ഉന്നതമായ ഒരു മണിമേടയായിരുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർതൃഗൃഹം. ബനു നജ്ജാറിന്റെ വാസസ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്ന മസ്ജിദുൻ നബവിയുടെ ചാരത്തുണ്ടായിരുന്ന കൊച്ചു കൊച്ചു മുറികളിൽ ഒന്നായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയുടെ പാർപ്പിടം. ഇത് പള്ളിയുടെ കിഴക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പള്ളിയിലേക്ക് ഒരു വാതിലുണ്ട്. പള്ളി വീട് മുറ്റം പോലെ കിടന്നിരുന്നു. ആ വാതിലിലൂടെയാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ പ്രവേശിച്ചിരുന്നത്. പള്ളിയിൽ ഇത്തികാഫിരിക്കുമ്പോൾ തിരുശിരസ് വീട്ടിലേക്ക് നീട്ടിക്കൊടുക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹ തലമുടി ചീകിക്കൊടുക്കുകയും ചെയ്തിരുന്നുവെന്ന് ഹദീസുകളിൽ കാണാം. പള്ളിയിലിരുന്ന് വീട്ടിലേക്ക് കൈനീട്ടി ആവശ്യമുള്ള സാധനങ്ങൾ അവിടുന്ന് വാങ്ങാറുണ്ടായിരുന്നു. വീടിന്റെ വിസ്തീർണം 6-7 മുഴത്തിൽ കവിഞ്ഞിരുന്നില്ല. ചുമർ മണ്ണുകൊണ്ടുള്ളതായിരുന്നു. ഈത്തപ്പനത്തടിയും ഇലയും കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. ഈത്തപ്പന ഓല കൊണ്ടാണ്, ഈത്തപ്പന തടി കൊണ്ട്. മഴയുടെ ശല്യം ഒഴിവാക്കാൻ മുകളിൽ നിന്ന് കമ്പിളി കെട്ടിത്തൂക്കിയിരുന്നു. ഒരാൾ നിന്ന് കൈപ്പൊക്കിയാൽ മേൽപ്പുരയിൽ തട്ടുന്ന ഉയരമാണ് ഉണ്ടായിരുന്നത്. വാതിലിന് വടമരത്തിന്റെ പൊളിയുമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും അത് അടച്ചുപൂട്ടിയിരുന്നില്ല. ഒരു കമ്പിളി വാതിലിൽ തൂക്കി മറയായി ഉപയോഗിച്ചിരുന്നു. വീടിനോട് ചേർന്നൊരു മേൽത്തട്ട് മച്ചുണ്ട്. ഭാര്യമാരിൽ നിന്ന് അകന്നു നിന്ന് 1 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മച്ചിലാണ് കഴിച്ചുകൂട്ടിയിരുന്നത്. ഒരു പായ, ഒരു മുക്കാലി പലക, ഒരു വിരിപ്പ്, മരത്തൊലി നിറച്ച ഒരു തലയണ, ധാന്യപ്പൊടിയും കാരക്കയും സൂക്ഷിക്കാനുള്ള 1-2 മൺകുടം, ഒരു വെള്ളപ്പാത്രം, വെള്ളം കുടിക്കാനുള്ള കോപ്പ, ഇത്രയും വസ്തുക്കളാണ് വീട്ടിലെ സാമഗ്രികൾ. പരിശുദ്ധമായ ഭവനം പ്രകാശത്തിന്റെ ഉറവിടമാണെങ്കിലും രാത്രി വിളക്ക് കത്തിക്കാൻ ആ വീട്ടുകാരന് കഴിഞ്ഞിരുന്നില്ല. വിളക്ക് കത്തിക്കാതെ 40ഓളം ദിവസങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നു. 2 അംഗങ്ങളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും. കുറച്ചു കാലം കഴിഞ്ഞ് ബരീറ എന്ന ഒരു അടിമ സ്ത്രീ അവിടെ താമസമാക്കി. പത്നിമാരായി ആയിഷ റളിയല്ലാഹു അൻഹയും സൗദ റളിയല്ലാഹു അൻഹയും മാത്രമുള്ളപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസം ഇടവിട്ട് ആയിഷയുടെ വീട്ടിൽ താമസിക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെയും വിവാഹങ്ങൾ കഴിച്ചപ്പോൾ സൗദ റളിയല്ലാഹു അൻഹ തന്റെ പ്രായാധിക്യം കണക്കിലെടുത്ത് തന്റെ അവകാശ ദിവസം, തന്റെ വീട്ടിലേക്ക് വരാറുള്ള ദിവസം ആയിഷക്ക് സൗജന്യമായി നൽകി. അങ്ങനെ തിരുമേനി 9 ദിവസം കഴിയുമ്പോൾ 2 ദിവസം ആയിഷയുടെ വീട്ടിൽ താമസിക്കുക പതിവാക്കി. ആയിഷയെ സംബന്ധിച്ചിടത്തോളം ഗൃഹഭരണം ഭാരിച്ച ഒരു ജോലിയായിരുന്നില്ല. ഭക്ഷണം പാകം ചെയ്യാൻ കുറഞ്ഞ സമയമേ വേണ്ടിയിരുന്നുള്ളൂ. തുടർച്ചയായി 3 ദിവസം സമൃദ്ധമായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച സംഭവം നബിയുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. മാസങ്ങളോളം തീ കത്തിക്കാത്ത അനുഭവങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കാരക്കയും വെള്ളവും കൊണ്ട് വിശപ്പടക്കും. ഖൈബർ വിജയത്തിനു ശേഷം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ വാർഷാന്ത ചെലവുകൾ അലവൻസ് നിശ്ചയിച്ചിരുന്നു. 80 വസ്ക് കാരക്കയും 20 വസ്ക് യവവും. പക്ഷേ ദാനധർമ്മങ്ങൾ കൂടി നിർവഹിക്കുന്നത് കൊണ്ട് ഈ അളവ് തീരെ മതിയായിരുന്നില്ല. സഹാബിമാർ തിരുമേനിക്ക് പാരിതോഷികങ്ങൾ അയക്കാറുണ്ട്. എന്നാൽ അവിടുന്ന് ആയിഷയുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം കൂടുതൽ പാരിതോഷികങ്ങൾ കിട്ടും. ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിക്കും. ഒന്നുമില്ലെങ്കിൽ അന്ന് 2 പേരും നോമ്പ് നോൽക്കും. ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അൻസാരി സുഹൃത്തുക്കൾ പാൽ കൊടുത്തയക്കും. അതുകൊണ്ട് അവർ സംതൃപ്തി അടയും. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ബുദ്ധിയും അറിവുമുള്ളതോടൊപ്പം കുട്ടിപ്രായത്തിൽ ഉണ്ടാവാറുള്ള മറവിയും അശ്രദ്ധയും അവർക്ക് സംഭവിച്ചിരുന്നു. ഒരു രാത്രി ധാന്യം കുഴച്ച് വേവിച്ച് തിരുമേനിയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ഉടനെ നമസ്കാരത്തിൽ ഏർപ്പെട്ടു. അതിനിടയിൽ ആയിഷ ബീവി ഉറങ്ങിപ്പോയി. അയൽവാസിയുടെ ആട് വന്ന് ആ മാവ് മുഴുവൻ തിന്നുകളഞ്ഞു. തിരുമേനിയുടെ പ്രായമുള്ള മറ്റു ഭാര്യമാരെ അപേക്ഷിച്ച് പാചകക്കലയിൽ അത്ര മിടിക്കുകയായിരുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹ. തിരുമേനിയുടെ വീട്ടിന്റെ മേൽനോട്ടം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് അർപ്പിതമായിരുന്നത്. 1 കൊല്ലത്തേക്കുള്ള ധാന്യം വിതരണം ചെയ്തിരുന്നതും ആവശ്യം വരുമ്പോൾ പുറത്തു നിന്ന് കടം വാങ്ങിയിരുന്നതും അദ്ദേഹമായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇഹലോകം വെടിഞ്ഞപ്പോൾ അറേബ്യ മുഴുവൻ ഇസ്ലാമിന്റെ ആധിപത്യത്തിലാണ്. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബൈത്തുൽ മാലിലേക്ക് ധാരാളം സമ്പത്തുകൾ വന്നിരുന്നു. എന്നാൽ തിരുമേനി മരണമടഞ്ഞ ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഒരു ദിവസം കഴിയാനുള്ള സാധനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. സിദ്ദീഖിന്റെ ഭരണകാലത്തും ഖൈബറിൽ നിന്നുള്ള ധാന്യം വന്നുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് നബിപത്നിമാരുടെ അലവൻസ് ധാന്യത്തിന് പകരം സംഖ്യയായി പുനർനിർണയിച്ചു. മറ്റു പത്നിമാർക്ക് വർഷത്തിൽ 10,000 ദിർഹം ലഭിച്ചപ്പോൾ ആയിഷയ്ക്ക് കിട്ടിയിരുന്നത് 12,000 ദിർഹമായിരുന്നു. ധാന്യമോ ഭൂമിയോ ഇഷ്ടമുള്ളത് സ്വീകരിക്കാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആയിഷയെ അറിയിച്ചിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഭൂമി സ്വീകരിച്ചു എന്നും ഒരു റിപ്പോർട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നതിന്റെ അധിക ഭാഗവും അഗതികൾക്ക് വേണ്ടി വഖഫായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കാലത്തും ഇതേ സ്ഥിതി നിലനിന്നു പോന്നു. മുആവിയയുടെ കാലശേഷം അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആയിഷയുടെ സഹോദരി പുത്രനാണ്. ഹിജാസിലെ ഖലീഫയായി അദ്ദേഹം ഇളയമ്മയുടെ മുഴുവൻ ചെലവും സ്വന്തം ബാധ്യതയിൽ ഏറ്റെടുത്തു. പക്ഷേ ബൈത്തുൽ മാലിൽ നിന്ന് വേതനം ലഭിക്കുന്ന ദിവസം വൈകുന്നേരം ചിലപ്പോൾ പട്ടിണിയായിരിക്കും. ഇസ്ലാം എല്ലാ കാര്യത്തിലും സന്തുലിതം സ്വീകരിച്ച മതമാണല്ലോ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, തന്റെ സഹധർമ്മിണിയോട് നന്നായി പെരുമാറുന്നവനാരോ അവനത്രേ നിങ്ങളിൽ ഉത്തമൻ. നിങ്ങളെക്കാളെല്ലാം ഞാൻ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള 9 വർഷക്കാലത്തെ ജീവിതം അതിന്റെ പ്രത്യക്ഷ മാതൃകയാണ്. മുൻ സൂചിപ്പിച്ച ഒരു മാസക്കാലത്തെ ബഹിഷ്കരണം ഒഴിച്ചു നിർത്തിയാൽ ജീവിതത്തിൽ ഒരിക്കലും അനിഷ്ടകരമായ പെരുമാറ്റം അവർക്കിടയിൽ ഉണ്ടായിട്ടില്ല. അനുപമമായ സ്നേഹാർദ്രതയുടെയും കളങ്കമേശാത്ത പരസ്പര ബന്ധത്തിന്റെയും ഉദാത്തോജ്വലമായ മാതൃകയായിരുന്നു അവിടുത്തെ ജീവിതം. വീട്ടിൽ ഭൗതികമായി കൂടുതൽ വൈഷമ്യങ്ങൾ നേരിടുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ സ്നേഹത്തിനും ശക്തി കൂടുകയാണ് ഉണ്ടായത്. തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്ന് സഹാബികൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ കൂടുതൽ പാരിതോഷികങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇത് മറ്റു ഭാര്യമാർക്ക് തൃപ്തികരമായിരുന്നില്ല എങ്കിലും അവർക്ക് തടയാൻ ധൈര്യപ്പെട്ടില്ല. ഒരിക്കൽ എല്ലാവരും ചേർന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സന്ദേശവുമായി നബിയുടെ അടുക്കലേക്ക് അയച്ചു. മകളെ പറഞ്ഞയച്ചു. മറ്റു ഭാര്യമാർ പരാതിയുമായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ തിരുസന്നിധിയിൽ വന്ന ഉടനെ തിരുമേനി ചോദിച്ചു, പ്രിയ മോളെ, പൊന്നുമോളെ ഫാത്തിമ, ഞാൻ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുകയില്ലേ? ഇത് കേൾക്കേണ്ട താമസം ഫാത്തിമ ബീവി തിരിച്ചുപോയി. പരാതി പറയാൻ നിന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മേൽ നബി പത്നിമാർ വീണ്ടും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അവരതിന് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. അവസാനം അവർ ഉമ്മു സലമയെ പറഞ്ഞ് ഏർപ്പാടാക്കി. അവർ ക്ഷമയും അച്ചടക്കവും ധൈര്യവുമുള്ള ഭാര്യയാണ്. സന്ദർഭം നോക്കി വളരെ ആത്മനിയന്ത്രണത്തോടെ അവർ തിരുമേനിയോട് ആവശ്യം ഉന്നയിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മു സൽമ, എന്നെ ആയിഷയുടെ കാര്യത്തിൽ വിഷമിപ്പിക്കരുത്. ആയിഷയുടേതല്ലാതെ മറ്റൊരു വിരിപ്പിൽ വെച്ചും എനിക്ക് വഹി ലഭിച്ചിട്ടില്ല എന്ന് ആ ഭാര്യയോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അവസരത്തിൽ ഒരു മാല കിട്ടി. ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാണ് ഞാൻ കൊടുക്കുക എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിലാക്കി അത് അബൂ ഖുഹാഫയുടെ മകൾ ആയിഷയ്ക്ക് കിട്ടിയെന്നാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധവും നിഷ്കളങ്കവുമായ സ്നേഹം മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങളിലും ഭംഗിയുള്ള വസ്ത്രങ്ങളിലുമായിരുന്നില്ല പ്രകടിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് മാല സൈനബിന്റെ മകൾ ഉമാമ, നബിയുടെ പേരക്കുട്ടി, അവർക്കാണ് കൊടുത്തത്. സലാസിൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന അംർ ഇബ്നു ആസ് തിരുമേനിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ദുനിയാവിൽ ആരെയാണ് അങ്ങ് കൂടുതൽ സ്നേഹിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, ആയിഷയെ. പുരുഷന്മാരെ സംബന്ധിച്ചാണ് എൻ്റെ അന്വേഷണമെന്ന് അംർ വ്യക്തമാക്കിയപ്പോൾ അത് ആയിഷയുടെ പിതാവിനെ എന്നായിരുന്നു തിരുമേനിയുടെ മറുപടി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഇങ്ങനെ ഉപദേശിച്ചു, ഹഫ്സ, നീ ആയിഷയോട് ഒരിക്കലും മത്സരിക്കരുത്. അവർ തിരുമേനിയുടെ സ്നേഹഭാജനമാണ് ഹഫ്സ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മകളായ ഹഫ്സയോട് പറയുകയാണ്. ഒരു യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹ കയറിയിരുന്ന ഒട്ടകം ഓടിമറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനായി. അറിയാതെ തിരുനാവിൽ നിന്നും
വറൂസ, പുതിയ പെണ്ണെ എന്ന ശബ്ദം പുറപ്പെട്ടു. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു നിന്ന് വരികയായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ തലവേദന കൊണ്ട് വിതുമ്പുകയാണ്. ആയിഷ ബീവി തലവേദന വന്നിട്ട് കരയാണ്. തിരുമേനി പറഞ്ഞു, ഓ എൻ്റെ ശിരസ്. ആ സമയം മുതൽക്കാണ് തിരുമേനിയുടെ അസുഖം തുടങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലെ കാര്യമാണിത്. അപ്പോൾ ആയിഷ ബീവിക്ക് തലവേദനയായിട്ട് കരയുമ്പോൾ പുണ്യ നബിക്കും തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും വേദനയുണ്ട് ആയിഷ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയം മുതൽക്കാണ് തിരുമേനിയുടെ അസുഖം ആരംഭിക്കുന്നത്. അത് തന്നെയാണ് അവിടുത്തെ ഒടുവിലത്തെ രോഗവും. മരണശയ്യയിൽ കിടക്കവേ തിരുമേനി ഇടക്കിടക്ക് ചോദിക്കുമായിരുന്നു, ഇന്ന് ഏത് ദിവസമാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഓഹരിയിലുള്ള ദിവസത്തിന്റെ പ്രതീക്ഷയായിരിക്കാം തിരുമേനിക്ക്. എന്ന് ഞാൻ ആയിഷയുടെ വീട്ടിൽ പോകേണ്ട ദിവസമല്ലേ എന്ന അർത്ഥത്തിലാണ് പുണ്യനബി അത് ചോദിക്കുന്നത്, ഇന്ന് ഏത് ദിവസമാണ്. എന്നാ ആളുകൾക്ക് ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി, മറ്റു ഭാര്യമാർ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി തിരുമേനിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൊണ്ടുപോയി മരണം വരെ അവിടെ താമസിച്ചു. അങ്ങനെ ആയിഷയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. തിരുമേനി പ്രാർത്ഥിച്ചിരുന്ന, രക്ഷിതാവേ, എൻ്റെ കഴിവിനനുസരിച്ച് ഭാര്യമാരുമായുള്ള പെരുമാറ്റത്തിൽ നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ കഴിവിനതീതമായതിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന് പുണ്യ നബി പ്രാർത്ഥിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യമാണ് തിരുമേനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം കൂടുതലാവാൻ കാരണമെന്ന് സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് തീരെ അബദ്ധമാണ്. അങ്ങനെ പലരും പറയുന്നുണ്ട്, ചെറുപ്രായമാണ്, ആയിഷ ബീവിക്ക് നല്ല സൗന്ദര്യമായിരുന്നു. ഇതൊക്കെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്നേഹം കൂടാൻ കാരണമെന്ന് പലരും പറയുന്നു. അത് തെറ്റാണ്, അത് അബദ്ധമാണ്. ഭാര്യമാരിൽ സൈനബ് റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ എന്നിവരൊക്കെ വളരെ സുന്ദരികളായിരുന്നു. അവരുടെ ബാഹ്യ സൗന്ദര്യ വർണ്ണന ഹദീസ് ചരിത്രങ്ങളിൽ ധാരാളമായിട്ട് കാണാം. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സൗന്ദര്യത്തെപ്പറ്റി ഹദീസിലും ചരിത്രത്തിലും 1-2 സ്ഥലത്ത് മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞതിനെതിരായ ഒരു സംഭവമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഹഫ്സയോട് പറഞ്ഞ വാക്കുകൾ, നീ ആയിഷയോട് മത്സരിക്കരുത്, അവൾ എന്നേക്കാൾ സുന്ദരിയാണ്, തിരുമേനിക്ക് പ്രിയപ്പെട്ടവളുമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. ഏതായാലും ഹഫ്സയേക്കാൾ ആയിഷക്ക് ഉമർ റളിയല്ലാഹു അൻഹ മുൻഗണന നൽകിയെന്ന് മാത്രമേ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുള്ളൂ. വിവാഹത്തിൽ പാലിക്കേണ്ട മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് പെണ്ണിനെ അന്വേഷിക്കുന്നത് 4 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സമ്പത്ത്, സൗന്ദര്യം, തറവാട്, ദീന് എന്നീ 4 കാര്യങ്ങളുണ്ടെങ്കിൽ നീ പെണ്ണന്വേഷിച്ചോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പത്നിമാരായി സ്വീകരിച്ചതും ദീനിനു കൂടുതൽ സേവനമർപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുന്നവരെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇജ്തിഹാദിലും ചിന്തയിലും മതനിയമങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നതിലും കൂടുതൽ ശോഭിച്ചിരുന്നതിനാൽ ഭർത്താവിൻ്റെ വീക്ഷണത്തിൽ കൂടുതൽ പ്രിയപ്പെട്ടവളായി തീർന്നു. ദീനാണ് ആയിഷയെ നബിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാക്കിയത്. കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവ്, അറിവിൻ്റെ ചക്രവാളം, അറിവിൻ്റെ നിറകുടം, അതായിരുന്നു ആയിഷ. ഭർത്താവിൻ്റെ വീക്ഷണത്തിൽ കൂടുതൽ പ്രിയപ്പെട്ടവളായി തീർന്നത് ദീന് കൊണ്ടാണ്. അല്ലാമ ഇബ്നു ഹസം തൻ്റെ അൽ മൽ വൻ നഹ്ൽ എന്ന കൃതിയിൽ ഈ വിഷയം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആയിഷയോടുള്ള നബിയുടെ സവിശേഷമായ സ്നേഹത്തിൻ്റെയും അവർക്ക് നൽകിയ പ്രത്യേക പദവിയുടെയും കാരണം ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഉപരി ആത്മീയമായ ഗുണസമ്പന്നതയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ സർവ്വദാ പരിഗണിച്ചിരുന്നത്. ആന്തരികമായ ഗുണങ്ങൾ ആയിഷയെ കഴിച്ചാൽ പിന്നെ കൂടുതൽ ഉണ്ടായിരുന്നത് ഉമ്മു സൽമ റളിയല്ലാഹു അൻഹയിലായിരുന്നു. അതിനാൽ അവരോടും കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു തിരുമേനിക്ക്. അവരാകട്ടെ പ്രായം കൂടുതലുള്ളവരായിരുന്നു താനും. ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുമ്പോൾ 60 വയസ്സ് പ്രായമായിരുന്നു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൂടി അസൂയ തോന്നത്തക്ക വിധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരോടുള്ള സ്നേഹം. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ തന്നല്ലാത്ത രീതിയിൽ ഖദീജയുടെ പേര് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീരസം പ്രകടിപ്പിച്ചത് സ്മരണീയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് തിരുമേനിയോടും
ആയിഷ റളിയല്ലാഹു അൻഹക്ക് തിരുമേനിയോടും അങ്ങേയറ്റം സ്നേഹമായിരുന്നു. സ്നേഹമെന്നല്ല, മുഗ്ധാനുരാഗം എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അതിൽ മറ്റാരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരിക്കൽ ആയിഷ രാത്രി പെട്ടെന്നുണർന്നപ്പോൾ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടില്ല. അവർ അന്താളിച്ചു പോയി. മറ്റൊരിക്കൽ കൂടി അങ്ങനെ സംഭവിച്ചു. വീട്ടിൽ വിളക്കുണ്ടായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഇരുട്ടിൽ അങ്ങുമിങ്ങും തപ്പി നടന്നു. അവസാനം ഒരു ഭാഗത്ത് സുജൂദിൽ കിടക്കുന്ന തിരുമേനിയുടെ പാദങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൈകൾ ചെന്ന്. വീണ്ടും ഒരിക്കൽ അങ്ങനെ സംഭവിച്ചപ്പോൾ തിരുമേനി മറ്റു ഭാര്യമാരുടെ അടുക്കൽ പോയതാണോ എന്ന് സംശയിച്ച് അങ്ങുമിങ്ങും തെരഞ്ഞു. പക്ഷേ അപ്പോഴും അവിടുന്ന് തസ്ബീഹിലും പ്രാർത്ഥനയിലും മുഴുകിയത് കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സ്വയം ലജ്ജിച്ചു, ഖേദിച്ചു പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾക്ക് ബലി. ഞാൻ എന്ത് ധാരണയിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ലോക പുണ്യ നബിയെ പറ്റി ഞാൻ സംശയിച്ചുവോ? ഒരു അർദ്ധരാത്രി തിരുമേനിയെ വീട്ടിൽ കാണാതെയായി. ആയിഷ റളിയല്ലാഹു അൻഹ പലയിടത്തും തെരഞ്ഞു, വീട്ടിൽ എവിടെയുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങി നടന്നു. ഒടുവിൽ അവർ ബഖീൽ ഖബർസ്ഥാനിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മരണപ്പെട്ടു പോയവർക്ക് പരേതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. വന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കാതെ പതുങ്ങി ആയിഷ വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. പ്രഭാതത്തിൽ കഥ തിരുമേനി അറിയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി കറുത്ത എന്തോ സാധനം അടുത്തു വരുന്നതായി തോന്നി. അത് നീ ആയിരുന്നുവല്ലേ ആയിഷ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷയോട് പറഞ്ഞു. ഒരു യാത്രയിൽ തിരുമേനി ആയിഷ റളിയല്ലാഹു അൻഹയും ഹഫ്സ റളിയല്ലാഹു അൻഹയും കൂടെ കൊണ്ടുപോയി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയായാൽ ആയിഷയുടെ ഒട്ടകത്തിന്റെ അരികിൽ വന്ന് യാത്രാ സംഘം നടത്തം തുടങ്ങുന്നത് വരെ സംസാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ആവശ്യമനുസരിച്ച് ആയിഷയുടെയും ഹഫ്സയുടെയും ഒട്ടകങ്ങൾ പരസ്പരം കൈമാറി. പതിവ് പ്രകാരം ആയിഷയുടെ കൂടാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. അപ്പോൾ അതിൽ കണ്ടത് ഹഫ്സയെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞ് കടന്നിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നബി തിരുമേനിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. യാത്രാ സംഘം താവളത്തിലെത്തി. ആയിഷക്ക് ക്ഷമ വന്നില്ല. കൂടാരത്തിൽ നിന്ന് ഇറങ്ങി അവർ പറഞ്ഞു, പടച്ചവനെ, എനിക്ക് അവളോടൊന്നും പറയാൻ വയ്യ. ഇനി വല്ല പാമ്പോ തേളോ അയച്ച് എൻ്റെ കാലിൽ ഘടിപ്പിക്കണമേ. സ്ത്രീകളുടെ സഹജമായ മനോവികാരത്തിന്റെ ബഹിർസ്ഫുരണമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിച്ചു കാണുന്നത്. അല്പസമയം അധികം ഹഫ്സയുടെ അടുക്കൽ നിന്നപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്തതിന്റെ വിഷമമാണ് ആയിഷ പ്രകടിപ്പിച്ചത്. നബി പത്നിമാർ വിവിധ തരക്കാരായിരുന്നു. സമ്പന്നരുടെയും ഗോത്ര നേതാക്കന്മാരുടെയും സന്തതികളായിരുന്നു ചിലർ. ഒരു നബിയുടെ കൂടെയുള്ള ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ദുഷ്കരമാവും. അതിനാൽ അവർക്ക് ഇഷ്ടാനുസരം ഭാവി തീർച്ചപ്പെടുത്താൻ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഖുർആൻ അവതരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിപദം തൃപ്തിപ്പെട്ട് തുടർന്നു പോകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് സന്തോഷത്തോടെ ഒഴിവാകാം. അതായിരുന്നു ദൈവവാക്യത്തിന്റെ ചുരുക്കം. പക്ഷേ തിരുമേനിയിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടത്തക്ക നിർഭാഗ്യവതികൾ അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർക്കൊന്നും പുണ്യ നബിയെ വിട്ടുപോകാൻ മനസ്സുണ്ടായിരുന്നില്ല. എല്ലാവരും അതേ ജീവിതം ഇഷ്ടപ്പെട്ടു. ആദ്യമായി മറുപടി നൽകിയത് ആയിഷ റളിയല്ലാഹു അൻഹ തന്നെയാണ്. അതോടൊപ്പം അവർ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ അഭിപ്രായം മറ്റാരെയും അറിയിക്കരുത്. ഈ മറുപടിയിലും സ്ത്രീ സഹജമായ മാനസികാവസ്ഥ പ്രകടമാണ്. മറ്റുള്ളവർ പോയിക്കോട്ടെ, എനിക്ക് നബിയെ ഒറ്റക്ക് കിട്ടിയാലും മതി എന്നുള്ള അർത്ഥത്തിൽ എത്രത്തോളം നബിയോടുള്ള മുഹബ്ബത്ത്, അതായിരുന്നു ആയിഷ. പ്രസ്തുത സങ്കീർണ പ്രശ്നത്തിന്റെ പരിഹാരമായി തിരുമേനിക്ക് ഇഷ്ടപ്പെട്ടവരെ നിർത്തി. ബാക്കിയുള്ളവരെ ഒഴിവാക്കാൻ അള്ളാഹു അനുമതി നൽകി. പക്ഷേ പ്രകൃതിയ അർദ്ധചിത്തനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും മാറ്റി നിർത്താൻ ഇഷ്ടപ്പെട്ടില്ല. ഏതായാലും ആ സ്വാതന്ത്ര്യം നിലവിലുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, ദൈവദൂതരെ, എനിക്കാണ് ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നെങ്കിൽ പ്രസ്തുത പദവിക്ക് മറ്റാർക്കും ഞാൻ മുൻഗണന നൽകുമായിരുന്നില്ല. മൗത്ത യുദ്ധത്തിൽ ജാഫർ തയ്യാർ റളിയല്ലാഹു അൻഹു ഷഹീദായ വിവരം ലഭിച്ചപ്പോൾ തിരുമേനിക്ക് അതിയായ ദുഃഖമുണ്ടായി. ഇസ്ലാമിൽ മരണവിലാപം നിഷിദ്ധമായിരുന്നു. ഒരാൾ വന്ന് തിരുമേനിയോട് പറഞ്ഞു, ജാഫറിന്റെ സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിക്കും, അത് തടയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അയാൾ പോയി മടങ്ങിവന്ന് അവർ കൂട്ടാക്കുന്നില്ലെന്ന് അറിയിച്ചു. അവിടുന്ന് പറഞ്ഞവരുടെ വായിൽ മണ്ണിടുക. മൂന്നാമതും അയാൾ മടങ്ങി വന്ന് നബിയോട് എന്തോ പറയാൻ തുടങ്ങി. നീരസത്തോട് ആയിഷ റളിയല്ലാഹു അൻഹ ഇതെല്ലാം നോക്കിക്കാണുകയായിരുന്നു. ഈ മനുഷ്യൻ പറയുന്നത് ചെയ്യുന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്വാസം കഴിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്ന ഭാവം അവരിൽ പ്രകടമായിരുന്നു. തിരുമേനി അധികവും ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാൽത്തുടയിൽ തലവെച്ചുറങ്ങാറുണ്ട്. ഒരിക്കൽ അങ്ങനെ ഉറങ്ങുന്നതിനിടയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തോ കാരണത്താൽ
ആയിഷ റളിയല്ലാഹു അൻഹയോട് കോപിച്ചുകൊണ്ട് അവിടെ വന്നു. മകൾക്ക് അമർത്തി ഒരു നുള്ളു കൊടുത്തു. തിരുമേനിയുടെ ഉറക്കത്തിന് ഭംഗം നേരിടുമോ എന്ന് സംശയിച്ചത് കൊണ്ടാണ് ഞാൻ ഇളകാതിരുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുകയുണ്ടായി.